അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നതാണ് ഒരു മുസ്ലിമിന് ഗുണമായിട്ടുള്ളത്. ഇരു ലോകത്തും നന്മ ഭവിക്കുന്നതാണ് പ്രവാചകനെ ഇത്തിബാ ചെയ്യുക എന്നത്. അത് ഏതു മേഖലയിലും പ്രവാചകൻ നമുക്ക് മാതൃകയാണ്. ആ പ്രവാചകനെ അനുസരിക്കലും ആ പ്രവാചകനെ വിശ്വസിക്കലും ആ പ്രവാചകൻ കൊണ്ടുവന്ന കാര്യങ്ങളെ സ്വീകരിക്കലും അത് ആ രൂപത്തിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക എന്നതും ഒരു മുസ്ലിമിന് ബാധ്യതയുള്ള കാര്യമാണ്. എന്നാൽ നേരെ തിരിച്ച് പ്രവാചകനെ നിഷേധിക്കലും പ്രവാചകൻ കൊണ്ടുവന്ന കാര്യങ്ങളെ നിഷേധിക്കലും പ്രവാചകൻ കൊണ്ടുവന്ന് പഠിപ്പിച്ച കാര്യങ്ങളെ കളിയാക്കുക എന്നതും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. ഇവിടെ ഒരു മുസ്ലിയാർ അദ്ദേഹം പ്രവാചകൻ ചെയ്ത ഒരു വിഷയത്തെ അത് കേരളത്തിലുള്ള അഹ്ലുസുന്നത്തിൻ്റെ വക്താക്കളായ സലഫികൾ ചെയ്യുന്നു, അത് ആ രൂപത്തിൽ പ്രവാചകനെ പിൻപറ്റിക്കൊണ്ട് ചെയ്യുമ്പോൾ വിമർശിക്കാനും അതുപോലെ തന്നെ ഇകഴ്ത്താനും ശ്രമിക്കാൻ വേണ്ടി ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇത് ഒന്ന്, അദ്ദേഹത്തിന് തിരുത്താൻ വേണ്ടിയുള്ള സംസാരമാണ്. രണ്ട്, ആ വിഷയത്തിൽ ആർക്കെങ്കിലും ഇത്തരം തെറ്റിദ്ധാരണകളുണ്ട് എങ്കിൽ അത് തിരുത്താനും കൂടിയാണ് ഈ ഒരു വീഡിയോ നസീഹത്തോടു കൂടി ചെയ്യുകയാണ്. അദ്ദേഹം പറഞ്ഞതെന്താണ് എന്ന് നമുക്കൊന്ന് കേൾക്കാം. നിസ്കാരം കഴിയാറാകുമ്പോൾ അത്തഹിയാത്തിലിരിക്കുമ്പോൾ വീണ്ടും നമ്മൾ അല്ലേ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കൈ അങ്ങനെ പിടിച്ചിട്ട് ഇളക്കാറില്ല, ഉണ്ടോ? അല്ല, എങ്ങനെ പിടിച്ചിട്ട് പറയും അല്ലാഹു ഏകനാണ്. ചിലർ ഇളക്കം തുടങ്ങിയിട്ടുണ്ട്, അല്ലാഹു ഏകനാണോ അല്ലേ, ആണോ അല്ലേ എന്നൊക്കെ. നമുക്കൊരു ഇളക്കമില്ല. കേട്ടില്ലേ സഹോദരങ്ങളെ? തശഹുദിൽ കൈ വിരൽ ചൂണ്ടലും അതിനെ അനക്കുക എന്നതും അതുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. സലഫികൾ കൈവിരൽ ആദ്യം തന്നെ തശഹുദിലിരിക്കുമ്പോൾ ചൂണ്ടുന്നു, അതിനുശേഷം പ്രാർത്ഥന വേളകളിൽ അതിനെ തഹറുഖ്, അതിനെ അനക്കുന്നു. ഇത് പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്. എന്നാൽ ഇവിടെ രണ്ട് വൈരുദ്ധ്യങ്ങളെയാണ് എടുത്ത് പറയുന്നത്. ഒന്നാമത്തത്, അതായത് സമസ്തക്കാർ, അവർക്ക് യാതൊരു സംശയമേതുമില്ലാത്ത രൂപത്തിൽ അള്ളാഹു ഏകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിരൽ ചൂണ്ടുന്നു എന്നാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമസ്തയുടെ ആദർശങ്ങളെ ഒരു വേള ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഏകനാണ് എന്നാണോ അവർ സമ്മതിക്കുന്നത്? പടച്ചോനാരാണ് എന്ന് ചോദിച്ചാൽ അത് CM ആണ് എന്ന് സംശയമേതുമില്ലാതെ പറയണമെന്നാണ് രണ്ടാമത്തെ പടച്ചവനെക്കുറിച്ച് പഠിപ്പിക്കുകയാണ് സമസ്തയിലെ ആളുകൾ. അവരാണ് നമ്മളെക്കുറിച്ച് മോശപ്പെട്ട സംസാരം പറയുന്നത്. അവരിങ്ങനെ അനക്കുന്നതിലൂടെ അള്ളാഹു ഏകനാണോ അല്ലേ, ഏകനാണോ അല്ലേ എന്ന സംശയത്തിൻ്റെ പേരിലാണ് അനക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതിൽ വരുന്ന മറ്റൊരു വലിയ ഭവിഷ്യത്ത് എന്തെന്ന് വെച്ചാൽ, ഈ തഹറുക്കിനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തശഹുദിൽ വിരൽ ചൂണ്ടിയതും അതിനെ അനക്കിയതിനെയുമാണ് കളിയാക്കുന്നത്. ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ അല്ലെങ്കിൽ തൻ്റെ ആദർശത്തിനെതിരെ നിൽക്കുന്ന ആളുകളെയോ വിമർശിക്കുന്നതിലപ്പുറം ഇവിടെ അദ്ദേഹം ചെയ്തത് പ്രവാചകൻ്റെ പ്രവർത്തനത്തെ നിഷേധിക്കലും അതോടൊപ്പം ആ പ്രവാചകനെ കളിയാക്കലുമാണ് ചെയ്തത്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ കാണാം, ഖുൽ അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുൻതും തസ്തഹ്സിഊൻ. സൂറത്തു തൗബയുടെ 65, 66 ആയത്തുകളിൽ നമ്മളൊന്ന് പരിശോധിക്കേണ്ട വിഷയമാണ്. ആ ആയത്തിൽ അള്ളാഹു എന്താ പറയുന്നത്? ഖുൽ അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുൻതും തസ്തഹ്സിഊൻ. അള്ളാഹുവിലും അവൻ്റെ ആയാത്തുകളിലും അതുപോലെ തന്നെ അവൻ്റെ റസൂലിലുമാണോ നിങ്ങൾ പരിഹാസം കാണിക്കുന്നത്? ലാ തഅ്തദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും. അദ്ദേഹം അവിടെ പരിഹാസ രൂപേണയാണ് ആ ഒരു സംഭവത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇത് പ്രവാചകനെ കളിയാക്കലാണ്. രണ്ട്, പ്രവാചകൻ്റെ ആ ഹദീസിനെ നിഷേധിക്കലാണ്. രണ്ടും കുഫ്റാൻ.
ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ലാ തഅ്തദിറു, നിങ്ങൾക്കിനി ഉദറില്ല, നിങ്ങൾക്കിനി ഇളവുകളില്ല. ഖദ് കഫർത്തും ബഅദ ഈമാനിക്കും, നിങ്ങൾ ഈമാൻ സ്വീകരിച്ചതിന് ശേഷം, മുസ്ലിം ആയതിനു ശേഷം ഇപ്പോൾ കാഫിറായിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതായത് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചാൽ ഇവിടെ ഒരു ആക്ഷേപമാണ് നടന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരളനക്കിയിരുന്നു എന്നത് ഹദീസിൽ സ്ഥിരപ്പെട്ട സംഭവമാണ്. ഇനി അവരിൽപ്പെട്ട ഒരു പണ്ഡിതൻ തന്നെ സിംസാറുൽ ഹഖ് ഹുദവി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനെ കളിയാക്കേണ്ടതില്ല എന്നുവരെ പറഞ്ഞു വെക്കുന്നുണ്ട്. ആ ഭാഗം ഒന്ന് നമുക്ക് കേൾക്കാം. ആ സുന്നത്തുകളൊക്കെ അങ്ങനെ ജീവിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഇവിടെ നമുക്ക് മനസ്സിലാവും. നമ്മുടെ നാട്ടില് ചെന്നാലും അത്തഹയ്യാത്തിലൊക്കെ വിരലിങ്ങനെ അങ്ങനെ കണ്ടാൽ ചിലപ്പോൾ നമ്മളെ വിരലൊക്കെ എടുത്ത് മുറിച്ചാൽ ജയിക്കണം അല്ലേ? അത്തഹയ്യാത്തത് അറിയില്ല. അത് സുന്നത്തിൽപ്പെട്ട തങ്ങൾ ചെയ്ത ഒരു ചെറിയ ഹദീസിൽ വന്നതാണ്. അങ്ങനെ ഫഹറകഹു, അങ്ങനെ തങ്ങൾ അനങ്ങിക്കൊണ്ടിരുന്നു. നമ്മുടെ ഷാഫി മദ്ഹബിന്റെ ഇമാമിയങ്ങളൊക്കെ പറഞ്ഞത് ഉയർത്തി വെച്ചാൽ മതി, അതിലേക്ക് നോക്കണം എന്നൊക്കെ സുന്നത്താണെന്നാണ്. എന്നാൽ അത് അനക്കണം സുന്നത്തുള്ളവരുണ്ട്. ഹനഫി മദ്ഹബിലൊക്കെ ധാരാളം ചെയ്യും. അതൊന്നും എന്തില്ല, തെറ്റല്ല, അനക്കുണ്ട്. കേട്ടില്ലേ? അങ്ങനെ അനക്കുക എന്നത് സുന്നത്താണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ സുന്നത്തായ ഒരു കാര്യത്തെ എങ്ങനെയാണ് കളിയാക്കുക? ആ കളിയാക്കുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? ഒന്ന്, പ്രവാചകനെ കളിയാക്കുകയാണ്. രണ്ടാമത്തത് ആ ഹദീസിനെ നിഷേധിക്കുകയാണ്. ഈ രണ്ട് പ്രവർത്തനങ്ങളിലൂടെയും കുഫ്ർ സംഭവിക്കുകയാണ്. അതുകൊണ്ട് ഇതൊരു വാശിയുടെയും വൈരാഗ്യത്തിൻ്റെയും പ്രശ്നമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ നിലനിൽപ്പല്ല, പരലോകത്തിൻ്റെ വിഷയമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ വിരലനക്കുക, തശഹുദിൽ വിരലനക്കുക എന്നത് സുന്നത്തിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. അത് എപ്പോൾ അനക്കണം എന്ന വിഷയത്തിൽ ചർച്ചകളുണ്ട്. അപ്പോൾ പണ്ഡിതന്മാരൊക്കെയും പറഞ്ഞത് പ്രാർത്ഥനാ വേളയിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറയുന്ന പ്രാർത്ഥനാ വേളകൾ, അതുപോലെ തന്നെ ഖബർ ശിക്ഷയിൽ നിന്നുള്ള രക്ഷ തേടുന്ന പ്രാർത്ഥന, അങ്ങനെയുള്ള പ്രാർത്ഥനാ വേളകളിൽ അനക്കുക എന്നതാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഏതായാലും ആ ഒരു പ്രവർത്തനമെന്നുള്ളത് സുന്നത്തിൽ സ്ഥിരപ്പെട്ടതാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ തെറ്റിദ്ധരിച്ച ആളുകളുണ്ട് എങ്കിൽ ആ തെറ്റിദ്ധാരണ മാറ്റണം. രണ്ടാമത്തത്, ഇദ്ദേഹം ഈയൊരു കുഫറിൻ്റെ വർത്തമാനം പറഞ്ഞത് തിരുത്തുകയും അതോടൊപ്പം റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം എന്നുമാണ് അദ്ദേഹത്തിനോട് നസീഹത്തോടു കൂടി ഉണർത്തുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും സത്യത്തിനോടൊപ്പം ചേർന്ന് നിൽക്കാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.